ഓം നമോ ഭഗവതേ വാസുദേവായ. ശാശ്വതമായ ആനന്ദത്തെ, ആനന്ദ സ്വരൂപത്തെ, അമൃത സ്വരൂപത്തെ നമ്മളെ പ്രാപിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഭാഗവതത്തിന്റെ മുമ്പില് ഇത് വെറും കുപ്പിച്ചില്ല, ഇത് ദേവന്മാരുടെ അമൃതം. അതാണ് ഇപ്പൊ സുധ, ഇപ്പൊ കഥാലോകെ, ഇപ്പൊ കാജത്വ മണിൽ മഹാൻ. ആ മഹത്തായ മണി എവിടെ കിടക്കുന്നു, രത്നം എവിടെ കിടക്കുന്നു? വെറും ഒരു കാജഹ എന്ന് പറഞ്ഞാൽ, കാജ എന്ന് പറഞ്ഞാൽ കല്ല്, കുപ്പിച്ചില്, കാക്കപ്പൊന്ന് എന്നൊക്കെ അർത്ഥം. അതെവിടെ കിടക്കുന്നു? ഇങ്ങനെ ബ്രഹ്മരാജൻ അഥവാ വിഷ്ണു മറ്റേ സുഖബ്രഹ്മർഷി വിചാരിച്ചിട്ട് ദേവന്മാരെ ഒന്ന് ചിരിച്ചു കാണിച്ചുള്ളൂ. പൊക്കോളൂ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം നടന്നില്ല. അവരുടെ കച്ചവടത്തിന് വില പറഞ്ഞൊന്നും ശരിയായില്ല. ആ കച്ചവടം നടന്നില്ല എന്നാ പറഞ്ഞത്. അഭക്താൻ താൻ വിജ്ഞായ നദൗസകഥാമൃതം, അവര് ഭക്തന്മാരല്ല എന്ന് കരുതിയിട്ട് ആ കഥാമൃതത്തെ കൊടുത്തില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ് ഈ ഭാഗവതം. ഭാഗവതത്തിന്റെ വാക്ക് പോലും എന്ന് പറയണം. അത് കഴിഞ്ഞ് 7 ദിവസത്തെ സപ്താഹം കഴിഞ്ഞ് പരീക്ഷത്ത് രാജാവ് മോക്ഷത്തെ പ്രാപിച്ചു, മുക്തിയെ പ്രാപിച്ചു. ഇത് കണ്ടതായിട്ട് ബ്രഹ്മാവിനും ഈ ഭാഗവതത്തെ കുറിച്ചുള്ള സംശയം തീർന്നില്ല. ബ്രഹ്മാവ് ബ്രഹ്മലോകത്തില് ഒരു തുലാസില് ഒരു ഭാഗവത ഗ്രന്ഥം വെച്ചു. മറ്റു ഗ്രന്ഥത്തില് ലോകത്തിലുള്ള സർവ്വസാധനങ്ങളെയും വെച്ചു. സർവ്വസാധനം എന്ന് പറഞ്ഞാല് ആധ്യാത്മികമായിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും ഈശ്വര പ്രാപ്തിക്കുള്ള എല്ലാ ഉപായങ്ങളെയും കൊണ്ടുവന്നിട്ട് മറ്റൊരു തരത്തിൽ വെച്ചു. എല്ലാം വെച്ചിട്ടും ഭാഗവതം ഇരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരുന്നു, മറ്റതെല്ലാം മുകളിൽ തന്നെ ഇരുന്നു എന്ന് പറയുന്നത്. രാജ്ഞോ മോക്ഷം കഥാപേക്ഷ്യ പുരാധാധാമി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ അതോലയത് സാധനാനി അജഃ ലഘൂനി അന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തഥാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയുഃ. ഇത് കണ്ടതായിട്ട് ഋഷിമുനിമാരെല്ലാവരും പരമവിസ്മയത്തെ പ്രാപിച്ചു. എന്താ ഇത് ഭാഗവതത്തിന്റെ മഹിമ? ഭാഗവതത്തിന്റെ മുമ്പിൽ വേദങ്ങളോ ഇതിഹാസ പുരാണങ്ങളോ മറ്റുള്ള ധർമ്മശാസ്ത്രങ്ങളോ അതുപോലെ യോഗം, സാഖ്യം, ന്യായം, വൈശേഷികം മുതലായ ദർശനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വേദാംഗങ്ങളോ ഏതെല്ലാം സാഹിത്യ ശാഖകളുണ്ടോ അതൊന്നും തന്നെ, ഏതെല്ലാം സാധനാ മാർഗങ്ങളുണ്ടോ അതൊന്നും തന്നെ ഭാഗവതത്തിന്റെ ഒരു ചെറിയ അംശം പോലും ആകുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി. അതാണ് ഭാഗവതത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം മനിച്ചു. ഈ ഭാഗവതം ശാസ്ത്രം കലവും ഭഗവത് രൂപം, കലികാലത്ത് ഇതാണ് പ്രത്യക്ഷമായ ഭഗവാന്റെ രൂപം എന്നവർ തീരുമാനിച്ചു. പഠനാത് ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. ഈ ഭാഗവതത്തിന്റെ പഠനവും ശ്രവണവും കൊണ്ട് സത്യ ഉടനെ തന്നെ ആ വൈകുണ്ഠ ഫലം നൽകുന്നതാണ്, ആനന്ദത്തെ നൽകുന്നതാണ് എന്ന് അവർ തീരുമാനിച്ചു. ഇനി ഇത് തന്നെ സൂതൻ പറയുന്ന ശൗനകാദികളോട് സപ്താഹ വിധി പ്രകാരം കേട്ടാൽ സപ്താഹേന സുഖം ചെയ്തത് സർവദാ മുക്തിദായകം. അത് എന്ത് പ്രകാരത്തിലാണെങ്കിലും മുക്തിയെ നൽകുന്നതാകുന്നു. ഇത് പണ്ട് സനകാദികളാൽ നാരദനായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ നാരദൻ ബ്രഹ്മാവിൽ നിന്ന് ഭാഗവതം കേട്ടിട്ടുള്ള ആളാണ്. അതാണ് യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേത സുരർഷിന സപ്താഹ ശ്രവണ വിധി കുമാരൈ തസ്യ ഭാഷിത. ബ്രഹ്മാവിൽ നിന്ന് ഭാഗവതം പഠിച്ച ആളാണ് നാരദൻ. എങ്കിലും അദ്ദേഹം സപ്താഹ വിധി പ്രകാരം ആദ്യമായിട്ട് കേട്ടത് സനകാദികളിൽ നിന്നാണ് എന്ന് സന്ദർഭവശാൽ എവിടെയും തൊടാതെ ഒരു കാര്യം സൂതൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ശൗനകന്റെ ഉള്ളില് ജിജ്ഞാസയെ ജനിപ്പിക്കാൻ. അല്ലെ, നമ്മളോടും എവിടെയും തൊടാതെ ഉള്ള കാര്യം പറഞ്ഞാൽ നമ്മള് മനസ്സിലായില്ല, ഒന്നുകൂടെ തെളിച്ച് പറയുമെന്ന് നമ്മൾ ചോദിക്കില്ലേ? അതുപോലെ ശൗനകാദികൾ ചോദിക്കുന്നു, അല്ല അപ്പൊ അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ബ്രഹ്മാവിൽ നിന്ന് നാരദൻ ഭാഗവതം പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ സപ്താഹവിധി പ്രകാരം സനകാദികളിൽ നിന്ന് കേട്ടു എന്ന് പറയുന്നു. ഇതെപ്പോഴാണ്ടായത്? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, അതൊന്ന് പറഞ്ഞു തരൂ. മാത്രമല്ല, ഈ നാരദൻ എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു ഭാഗത്ത് നിൽക്കാത്ത ആളാണ്. അദ്ദേഹത്തിന് ദക്ഷശാപം ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്ത് വാസം, അദ്ദേഹത്തിന് നൈകത്രവാസം ഋഷിയെ എന്ന് ശപിച്ചിട്ടുണ്ട് ആര്? ദക്ഷൻ. ഒരു ഭാഗത്ത് ഈ ഋഷിക്ക് വാസം ഉണ്ടാവാതെ കോട്ടയെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഈ നാരദൻ എങ്ങനെയാണ് 7 ദിവസം മെനക്കെട്ടിരുന്നിട്ട് ഈ സനകാദികളിൽ നിന്ന് ഭാഗവതം കേട്ടത് എന്നുള്ള ആ ചോദ്യങ്ങളെ ശൗനകാദികൾ ചോദിക്കുന്നു. ശൗനക ഉവാച ലോകവിഗ്രഹ മുക്തസ്യ നാരദസ്യ അസ്തിനസ്യ വിധിസ്രവേ മുതപ്രീതി സംയോഗ പുത്രകൈസ. അപ്പൊ അതിന് സൂതൻ മറുപടിയായിട്ട് ഒരു കഥ പറയുന്നു.
सूत उवाच अत्र ते कीर्तयिष्यामि भक्तियुक्तं गदामगं सुखेन मम यत्प्रोक्तं रहस्यं विधाय च एकदा हि विशालायां चत्वारर्षयो मदाः सत्सङ्गार्थं समायाताः तदृशुस्तत्र नारदं कुमारा ऊजुः कथं ब्रह्मन् दीनमुखः कुतश्चिन्तातुरो भवान् त्वरितं गम्यते कुत्र कुतश्चागमनं तव इदानीं शून्यचित्तोऽसि गतवित्तो यदा जनः तमेकं मुक्तसङ्गस्य मोहितं पदकारणम्. അപ്പൊ ഇതിന് ഈ കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ സുഖം പറയണ ഒരിക്കൽ വിശാലയിൽ, വിശാല എന്ന് പറഞ്ഞാൽ ബദരീനാഥൻ തന്നെയാണ്, ബദരീ വിശാൽ എന്നാണ് ആ ഭൂമിക്ക് പേര്. ആ വിശാലത്തിൽ 4 ഋഷിമാര് സനകാദികൾ സത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തത്ര നാരദൻ ദൃശു. അവിടെ വെച്ച് നാരദനെ കണ്ടു. ആ നാരദൻ ഒരു ദീനമുഖനായിട്ട് കാണപ്പെട്ടു. നാരദൻ എപ്പോഴും സന്തോഷത്തോടുകൂടി നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു പാരവശ്യം, ഒരു ദൈന്യത കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എന്താ അങ്ങ് ദീനമുഖനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിന്താതുരനായിരിക്കുന്നു? എന്താണ് അങ്ങനെ വേട്ടയാടുന്ന ചിന്ത? എവിടേക്ക് അത്ര ധൃതി പിടിച്ചതിനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? എവിടുന്നാ വരുന്നത് അങ്ങ്? ഇപ്പൊ അങ്ങയെ കാണുമ്പോൾ അങ്ങയുടെ മനസ്സ് വളരെ ശൂന്യം, എന്തോ ഒരു ദുഃഖമുള്ളതുപോലെ കാണപ്പെടുന്നുവല്ലോ. ഏതുപോലെയാണോ സാധാരണ ലൗകികന്മാരായ ജനങ്ങൾ ധനം നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കുക, അതുപോലൊരു ദുഃഖം അങ്ങയുടെ മുഖത്ത് കാണുന്നു. എന്നാൽ മുക്തസംഗനായിട്ടുള്ള ഒരു ഋഷിവര്യനായ ജ്ഞാനിയായ അങ്ങേക്ക് ഇത് സംഭവ്യമല്ലല്ലോ, എന്താ കാരണം എന്നൊന്നും അറിയാത്ത പോലെ സനകാദികൾ നാരദനെ തടുത്തു നിർത്തി ചോദിച്ചു. അപ്പൊ നാരദൻ ഒരു കഥ പറയുകയാണ് തന്റെ ഈ ദുഃഖത്തിന് കാരണം. നാരദൻ 14 ലോകത്തും യഥേഷ്ടം സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങനെ 14 ലോകവും സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്ക് വരും. എന്താ കാരണം? ഭൂമിയിലെ സത്സംഗം കിട്ടുള്ളൂ. വേറെ എവിടെ പോയാലും ഊർജ്ജലോകങ്ങളിൽ പോയാൽ എല്ലാവരും നല്ല സുഖമായിട്ട് ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അവിടെ ഭോഗലോകമാണ്. താഴെ പോയാലും ദുരിതങ്ങളും ദുഃഖങ്ങളും അവിടെയുള്ള ചില നിസ്സാര ഭോഗങ്ങളും തന്നെ ഉള്ളൂ. അപ്പോ മറ്റുള്ള ഊർജ്ജലോകവും അധോലോകവും കർമ്മബലം അനുഭവിക്കാൻ മാത്രമുള്ള സ്ഥലമാണ്. അവിടെ സത്സംഗാദികളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഭൂമിയിൽ, മനുഷ്യവാസമുള്ളതായുള്ള ഭൂമിയിൽ മാത്രമാണ് എപ്പോഴും സത്സംഗം കിട്ടുക. അപ്പൊ സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരദൻ ഭൂമിയിലേക്ക് വരുന്നത് എന്ന് നാരദൻ തന്നെ പറയണം. നാരദ ഉവാച അഹം തു പൃഥുവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീലങ്കം സേതുമന്ദനം ഏവമാദിഷു തീർത്ഥേഷു ബ്രഹ്മമാനൈതസ്തതഃ നാപശ്യം കുത്രചിത് സർവ്വമനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ധരേയം വാദിതാതുനാ. ഞാൻ എവിടെയെങ്കിലും പോയാൽ സത്സംഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമിയിൽ പല തീർത്ഥസ്ഥാനങ്ങളിലും ചെന്നു. പക്ഷെ അവിടെ ഒന്നും മംഗളമായിട്ടുള്ള ഒന്നും കണ്ടില്ല. സുഖം ആർക്കും കണ്ടില്ല. മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നും കണ്ടില്ല. കാരണം അധർമ്മമിത്രമായ കലിയാൽ ഇയം ധരാ ബാധിത. ആ ഭൂമി നല്ലപോലെ ബാധിക്കപ്പെട്ടിരിക്കണം. ആ കലിയാൽ ബാധിക്കപ്പെട്ടതുകൊണ്ട് ഭൂമിയിലെ ഇന്നതൊക്കെ കാണുന്നു എന്ന് അദ്ദേഹം വിസ്തരിക്കണം. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ബലിനോ ജീവാപരാഗൂഢഭാഷിണഃ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാ വിപദ്രുതാഃ പാഖണ്ഡനിരതാ സന്തോ വിരക്താ സപരിഗ്രഹാഃ തരുണീ പ്രഭുതാഗേഃ സ്യാതകോ ബുദ്ധിദായകഃ കന്യാവിക്രയിണോ ലോഭാത് ദമ്പതീനാം സകൽപ്പനം. ഇവിടെ ഭൂമിയിൽ സത്യമില്ല, തപസ്സില്ല, ശൗചം, ദയാദാനം മുതലായിട്ട് ധർമ്മത്തിന്റെ എല്ലാ അംഗങ്ങളും നശിച്ചിരിക്കുന്നു. ജീവന്മാരൊക്കെ ഉദരംബലികളായി മാറിയിരിക്കുന്നു. ഒക്കെ വൈദ്യപ്പഴപ്പിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. ഒക്കെ നിസ്സാരന്മാരായി നിസ്സാര കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കുന്നു. കപടം പറയുന്നവരായിരിക്കുന്നു. ഒക്കെ മന്ദബുദ്ധികളായിരിക്കുന്നു. മന്ദഭാഗ്യന്മാരായി ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ഉപദ്രുതരായിരിക്കുന്നു. വേദബാഹ്യമായിട്ടുള്ള പാകണ്ട ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. സജ്ജനങ്ങളും വിരക്തന്മാരായിരിക്കുന്ന ആളുകൾ പോലും ധാരാളം പരിഗ്രഹത്തോടുകൂടി ഇരിക്കുന്നു. അവരൊക്കെ ഭോഗങ്ങളിൽ ഒഴുകിയിരിക്കുകയാണ്. ഗൃഹങ്ങളിലൊക്കെ സ്ത്രീകളാണ് ഭരണം നടക്കുന്നത്. വീട്ടിലെ വേലക്കാരന്മാരാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ശ്യാലകോ ബുദ്ധിദായക, ഉപദേശിക്കുന്നത് വീട്ടിലുള്ള വേലക്കാരാണ്. അതുപോലെ സ്ത്രീകളുടെ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അതുപോലെ കുടുംബങ്ങളിൽ കലഹങ്ങൾ നടക്കണം. ദമ്പതികൾ തമ്മിൽ ദമ്പതീനാംശ കൽക്കനം. അതുപോലെ ആശ്രമങ്ങളൊക്കെ
ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കണു, തീർത്ഥങ്ങളും സരിത്തുകളും ഒക്കെ നശിച്ചിരിക്കുന്നു, ക്ഷേത്രങ്ങളൊക്കെ ദുഷ്ടന്മാരാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ പോയാലും ഒരു നല്ല കാര്യങ്ങളും കാണാനില്ല, യോഗിയെ കാണാനില്ല, സിദ്ധനെ കാണാനില്ല, ജ്ഞാനിയില്ല, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരില്ല. എല്ലാം കലിയാകുന്ന കാട്ടുതീയിനാൽ ആധ്യാത്മികമായിട്ടുള്ള മാർഗങ്ങളെല്ലാം ഭസ്മമായിരിക്കുന്നു. ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സത്രിയോ നരഃ കലിധാവാനരേനാദ്യ സാധനം ഭസ്മദാംഗതം. അട്ടശൂലാ ജനപദാഃ ശിവശൂലാ വിജാതയഃ കാമിന്യകേശശൂലിന്യഃ സംഭവന്തി കലാമിഹ. ഏവം പശ്യൻ കലയം ദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാവന്നോ യത്ര ലീലാഹരേരഭൂത്. അപ്പോ തെരുവുകളിലൊക്കെ ജനപദങ്ങളൊക്കെ അന്നം വിൽക്കുന്ന സ്ഥലങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയിരിക്കുന്നു. എവിടെയും അന്നദാനം കാണുന്നില്ല, അതിഥി സൽക്കാരമൊന്നും കാണുന്നില്ല. അതുപോലെ വേദത്തെ വിൽക്കുന്നവരായിരിക്കുന്നു ബ്രാഹ്മണർ. സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെ, മുടിയൊക്കെ വിൽക്കുന്നവരായിരിക്കുന്നു. ഇതാണ് ഈ കരികാലത്ത് നടക്കുന്നത്. ഇങ്ങനെ കലിയുടെ ദോഷത്തെ ഞാൻ കണ്ടുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിച്ച് അവസാനം യമുനാ തീരത്ത് എത്തിച്ചേർന്നു. എവിടെയാണോ ഹരിയുടെ ആ ലീലകൾ, കൃഷ്ണാവതാര ലീലകൾ നടന്നത്, അവിടേക്ക് ഞാൻ ചെന്നു. അവിടെ ഞാനൊരു അത്ഭുതകരമായിട്ടൊരു ദൃശ്യം കണ്ടു. തത്ര ആശ്ചര്യം മയാ ദൃഷ്ടം സൂയതാം തന്മുനീശ്വരാഃ ഏകാതു തരുണീ തത്ര നിഷണ്ണാധിന്നമാനസാം. അവിടെ ഒരു സ്ത്രീ, ഒരു തരുണി, യൗവനയുക്തയായിട്ടുള്ള ഒരു സ്ത്രീ മാത്രം ഇരിക്കുന്നു, ഖേദിച്ച മനസ്സോട് കൂടിയിട്ട്. അവരുടെ അടുത്ത് രണ്ട് വൃദ്ധന്മാർ വീട് കിടപ്പുണ്ട്. വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിശ്വസന്തൗ അചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി സനയോ പുറഃ. അവര് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, പക്ഷേ ചേതനയില്ല, എഴുന്നേൽക്കുന്നില്ല. ആ രണ്ട് വൃദ്ധന്മാരെ ഈ സ്ത്രീ ശുശ്രൂഷിക്കുന്നുണ്ട്, ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. കരയുന്നുണ്ട് അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട്. ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിരംബധു വീജ്യമാനാ സദസ്ത്രീഭിഃ ബോധ്യമാനാ മുഹുർമുഹുഃ. അവിടെ ഇങ്ങനെ 10 ദിക്കിലേക്ക് നോക്കൊണ്ട് തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് അവിടെ വീശിക്കൊണ്ട് പല സ്ത്രീകളും, നൂറുകണക്കിന് സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ട്. അവരും ഇവിടെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ദുഃഖിതയാണ്. അവിടെയൊക്കെ ഞാൻ ദൂരത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് ചെന്നു. ദൃഷ്ട്വാ ദൂരാഗതസ്വഹം കൗതുകേന തരന്തികം മാം ദൃഷ്ട്വാ ഉത്തിതാ ബാലാ വിഹ്വലാ പ്രവീവദ. എന്നെ ദൂരത്തു നിന്ന് കണ്ടതായിട്ട് ആ സ്ത്രീ തരുണി എഴുന്നേറ്റ് വേഗം ഓടി വന്നു. വറച്ചുകൊണ്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഗദ്ഗത കണ്ണയായി കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ബാലോ വാച ഭോഭോ സാദോക്ഷണം തിഷ്ഠ മച്ചിന്താമവിനാശയ ദർശനം തവ ലോകസ്യ സർവദാ അഗഹനം പരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർ ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തദാ. അപ്പൊ നാരദനെ കണ്ട സന്തോഷം പറയുകയാണ്. അതെയോ സാധു എന്നാണ് വിളിച്ചത്. സാധു എന്ന് പറഞ്ഞാൽ ആരാണ്? പരന്മാർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് സാധു. പരോപകാരിയായി ജീവിക്കുന്നവനാണ്. പരകാര്യം സാധുനോതി ഇത് സാധു. സാധു ശബ്ദത്തിന്റെ അർത്ഥം പരകാര്യം സാധുനോതി, മറ്റുള്ളവർക്ക് കാര്യം സാധിച്ചു കൊടുക്കുന്നവനാണ്. സ്വാർത്ഥനല്ലാത്ത ഒരാളെയാണ് സാധു എന്ന് പറയുക. അപ്പൊ അല്ലയോ സാധു, അതിന് ഞങ്ങളെ പോലെയുള്ള ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടി നടക്കുന്ന ആളല്ലേ? കുറച്ചു നേരം ക്ഷണത്തിഷ്ട മച്ചിന്താമി നാശയ, എന്റെ ദുഃഖത്തെയും അന്ന് നശിപ്പിച്ചു തരൂ. അങ്ങേ പോലെയുള്ള ആളുകളുടെ ദർശനം, തവ ദർശനം ലോകസ്യ സർവദാ അഗഹനം പരം, അവരുടെ പാപങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതാണല്ലോ. അങ്ങയുടെ പലപ്രകാരമുള്ള വാക്കുകൊണ്ട് എനിക്ക് ദുഃഖശാന്തി ഉണ്ടാവും. എപ്പോഴാണോ ഭൂരിയായ ഭാഗ്യം ഉണ്ടാവുന്നത്, അപ്പോഴാണ് അങ്ങയെ പോലെയുള്ളവരുടെ ദർശനം ഞങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോ എന്റെ സുഹൃതം കൊണ്ട് അങ്ങയെ കണ്ടുകിട്ടി, എന്റെ ഭാഗ്യം കൊണ്ട് അന്നിപ്പോ ഞങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞ് നാരദന്റെ മഹിമയെ, അല്ലെങ്കിൽ ഗുരുവിന്റെ മഹാത്മ്യത്തെ സ്തുതിച്ചു. നാരദ ഉവാച കാസിത്വം കാഭിമോചേമാനാര്യ കാപത്മലോചനാഃ വദവേദി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. കാസിത്വം, നീ ആരാണ്? കൗ ഇമൗ, ഈ രണ്ടുപേർ ആരാണ്? ഈ വൃദ്ധന്മാർ. ഇമാ നാര്യഃ കാ പത്മലോചന, ഈ താമരക്കണ്ണികളായ സ്ത്രീകൾ ആരാണ്? ഹേ ദേവി സവിസ്താരം വദ, നീ വിസ്തരിച്ചു പറയൂ. സ്വസ്യ ദുഃഖസ്യ കാരണം, നിന്റെ ദുഃഖത്തിന്റെ കാരണവും എന്നോട് വിസ്തരിച്ചു പറയൂ എന്ന് നാരദൻ തിരിച്ചു പറഞ്ഞു. ആ സമയത്ത് ആ സ്ത്രീ തന്റെ കഥ പറയുകയാണ്. ബാലോവാച അഹം ഭക്തിരിജിജ്ഞാത ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാമയോഗേന ഗർഗരൗ
ആ കന്യക പറയാണ് അഹം ഭക്തി ഖ്യാത, ഞാൻ ഭക്തി എന്ന് പ്രശസ്തയായിട്ടുള്ളവളാണ്. ഈ രണ്ടുപേരും തനയവും മതവും എന്റെ പുത്രന്മാരെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ പേര് ജ്ഞാനവും വൈരാഗ്യവുമാകുന്നു. ഇവരിപ്പോ കാലയോഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ കലിയുടെ കാലം കൊണ്ട്, കലികാലമായതുകൊണ്ട് ഇവർ ജർജരം ജീർണതയെ പ്രാപിച്ചിരിക്കണം, വൃദ്ധതയെ പ്രാപിച്ചിരിക്കണം. ഈ നിൽക്കുന്ന സ്ത്രീകൾ ഗംഗാദി തീർത്ഥങ്ങളാണ്. അവർ ദേവതാ രൂപത്തിൽ സ്ത്രീകളായി എന്നെ ശുശ്രൂഷിക്കാനിരിക്കുകയാണ്. അപ്പൊ ഗംഗാദി ദേവതകൾ പോലും എന്നെ സേവിച്ചിട്ടും എന്റെ ദുഃഖം തീരുന്നില്ല എന്നാ പറയുന്നത്. തഥാപി നജമേ ശ്രേയഃ സേവിതായ സുരൈരതി, ദേവന്മാരാൽ പോലും സേവിക്കപ്പെട്ടിട്ടും എനിക്ക് ശ്രേയസ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം ചെയ്തതുകൊണ്ടോ ദേവാരാധന ചെയ്തതുകൊണ്ടോ ദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് ശാശ്വതമായ പ്രശ്നപരിഹാരം ആവുന്നില്ല. ഈശ്വരനെ സംബന്ധിച്ചതായുള്ള ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് വിഷയം. എങ്ങനെയാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരുക? ഈ ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന വൃദ്ധന്മാര് യൗവനത്തെ എങ്ങനെയാണ് പ്രാപിക്കുക? അതിനുള്ള മാർഗമാണ് എന്ത്? ഭാഗവത ശ്രവണം, ഭഗവാന്റെ കഥകളെ കേൾക്കുക. ഭഗവാന്റെ കഥകളെ കേൾക്കുമ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ വളരുന്നത് പോലെ, അവർ യൗവനത്തെ പ്രാപിക്കുന്നത് പോലെ, ഭക്തിക്ക് ആനന്ദം ഉണ്ടാകുന്നത് പോലെ തീർത്ഥാടനം കൊണ്ടോ മറ്റുള്ള ദേവതാരാധനകൾ കൊണ്ടോ ഒന്നും സാധിക്കില്ല എന്ന് മറ്റുള്ളതിനെയൊക്കെ ഇവിടെ ലഘൂകരിച്ചുകൊണ്ട് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ വളരെ എടുത്തു പറയുകയാണ്. ഭാഗവത ശ്രവണമാണ് തീർത്ഥാടനത്തെക്കാൾ, മറ്റ് ക്ഷേത്രങ്ങളിൽ ചെന്ന് ദേവതകളെ ആരാധിക്കുന്നതിനേക്കാൾ, യാഗയജ്ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ, അവരുടെ പ്രീതിക്ക് പാത്രമാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു സാധനയാണ് ഭാഗവത ശ്രവണം എന്ന് വരുത്താൻ എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചമത്കാരപൂർണമായിട്ടുള്ള ഈ ഒരു കഥ. ഇദാനീം ശ്രുമദ്വാർത്താം സചിത്തസ്ത്വം തപോധന വാർത്താമേ വിദദാഭ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ. അല്ലയോ തപോധനായ നാരദ മഹർഷിയെ, അങ്ങ് എന്റെ കഥയെ കേൾക്കൂ, എന്നിട്ട് ഞാൻ വിസ്തരിച്ച് പറഞ്ഞത് കേട്ട് എനിക്ക് വേണ്ടത് അങ്ങ് ചെയ്യും, എനിക്ക് സുഖം ഉണ്ടാക്കുന്നത് ചെയ്യും. ഉൽപ്പന്നേ ദ്രവിഡേസാഹം വൃത്തിം കർണാടകേ ഗതാ ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ ബുദ്ധരേ ജീർണതാം ഗതാ. ഞാൻ തെക്കേ ഇന്ത്യയിൽ ദ്രവിഡ ദേശത്താണ് ജനിച്ചത്. കർണാടകത്തിൽ ഞാൻ വളർന്നു. മഹാരാഷ്ട്രത്തിലും കുറച്ചുകൂടെ ഞാൻ വളർന്നു. ഗുജറാത്തിൽ ഞാൻ ജീർണിച്ചു. ഗുജറാത്തിലെത്തിയപ്പോഴേക്കും ഭക്തിക്ക് ഇത്തിരി ജീർണത വളർന്നു. അപ്പൊ വേദ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ എന്നെ പലതരത്തിൽ പീഡിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ദുർബലയായിരുന്നു, മുറിവേറ്റവളായിരുന്നു. എന്റെ പുത്രന്മാരും മന്ദതയെ പ്രാപിച്ചു. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതി സംവേദ പ്രേക്ഷരൂപാതു സംപ്രദം. ഇപ്പൊ ഞാനിതാ വൃന്ദാവനത്തിൽ വന്നപ്പോൾ ഞാൻ യുവതിയായി തിരിച്ചു, എന്റെ യൗവനം തിരിച്ചു കിട്ടി. അപ്പൊ എനിക്ക് മാത്രമേ യൗവനം കിട്ടി, കാരണം ഇവിടെ ഭഗവാൻ ലീലയാടിയ സ്ഥലമാണ്. അതുകൊണ്ട് ഭക്തിയായ ഞാൻ മാത്രം യൗവനത്തെ പ്രാപിച്ചു. എന്റെ മക്കൾ ഇപ്പോഴും പഴയ വഴിക്ക് തന്നെ കിടക്കുന്നു. എന്റെ മക്കൾ ഇവിടെ ക്ലേശിച്ച് കിടക്കുന്നു. ഞാൻ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇവരെണീക്കാത്തത് കൊണ്ട് എനിക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല. ജരളത്വം സമായാദൗ തേന ദുഃഖേന ദുഃഖിത സാഹം തു തരുണീ തസ്മാത് സുതൗ വൃദ്ധൗ ഇമൗ കുതഃ ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതസ്ഥിതം ഗണനേ ജരടാ മാതാ തരുണൗ തനയൗ വിധി. ഇപ്പോ ഇവരുടെ ഈ വൃദ്ധാവസ്ഥയാണ് എന്റെ ദുഃഖത്തിന് കാരണം. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് സഞ്ചരിച്ചിട്ടും എനിക്ക് മാത്രം യൗവനവും ഇവർക്ക് എങ്ങനെ ഈ വൃദ്ധാവസ്ഥയിൽ ബാക്കിയായി? അമ്മ വൃദ്ധയായിരിക്കുന്നത് നല്ലത് തന്നെ, കുട്ടികൾ ചെറുപ്പമായിരിക്കുന്നതാണ് ഉത്തമം. ഇത് മറിച്ചാളുകളുടെ എന്താ ഇതിന് കാരണം? അധശോധാമിതാത്മാനം വിസ്മയാവിഷ്ടമാനസ വദ യോഗനിധേ ധീമൻ കാരണം ചാത്രകിം ഭവേത്. ഇതുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്, എനിക്കിതിന്റെ കാരണം പിടികിട്ടുന്നില്ല. വിസ്മയാവിഷ്ടമാനസ,
അതുകൊണ്ട് അങ്ങ് എല്ലാം അറിയുന്നവരല്ലേ, യോഗനിധിയല്ലേ, ബുദ്ധിമാനല്ലേ, ഇതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞ് നാരദനോട് ചോദ്യം ചെയ്തു. നാരദൻ പറയുന്നു, നാരദ ജ്ഞാനേനാത്മനി പശ്യാമി സർവവേദത്തവാനയേ ന വിഷാദത്വയാ കാര്യോ അനിഷ്ടം തേ കരിഷ്യതി. ഞാനൊന്ന് വിചാരം ചെയ്യട്ടെ, പേടിക്കേണ്ട, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഭഗവാൻ മംഗളത്തെ ചെയ്യും, നിനക്ക് സുഖത്തെ ചെയ്യും, നീ ഭഗവാനെ വിശ്വസിക്ക്, ഉറപ്പിച്ചിരുന്നോളൂ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വാസത്തെ പറയുന്നു. അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തി മറുപടി പറയുന്നു. ഹേ ബാലേ, നീ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഇപ്പൊ ദാരുണമായിട്ട് കലിയുഗമാണ്. അതുകൊണ്ട് സദാചാരമെല്ലാം നഷ്ടപ്പെട്ടു, യോഗമാർഗം തപസ് എല്ലാം ലോപിച്ചു. ജനാദ്യ അസുരായന്തേ ശാക്യ ദുഷ്കർമ്മകാരിണഃ ഇഹ സന്തോ വിഷീദന്തി പ്രദുഷ്യന്തി യസാദവഃ ദത്തേ ധൈര്യം തുയോ ധീമാൻ സധീര പണ്ഡിതോധവാം. ഇപ്പൊ ജനങ്ങളൊക്കെ ദുഷ്ടന്മാരായി അസുരന്മാരായിരിക്കുന്നു, അവര് പിടിവാശിക്കാരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കുന്നു. ഈ കൈകാലത്ത് സജ്ജനങ്ങൾ വിഷമിക്കുന്നു, ദുഷ്ടന്മാർ സന്തോഷിക്കുന്നു. എന്നാൽ ഇതിലൊക്കെ ബുദ്ധിമാനും ധീരനായിരിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ ധൈര്യം വിടാതെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഈ കലികാലത്ത് ഈ ദുരിതങ്ങളുടെ നടുവിലും അവൻ സ്വസ്ഥനായിരിക്കുന്നു. അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാഘാത മംഗളം നാമി ദൃശ്യത്തെ നത്വാമപി സുതൈസാഗതോപി പശ്യതി സാമദം ഉപേക്ഷിതാനുരാഗം ധൈർജർജരത്വേന സംസ്ഥിതാം. ഇപ്പൊ ഈ ഭൂമി ആരാലും സ്പർശിക്കപ്പെടാൻ യോഗ്യമല്ലാതായിരിക്കുന്നു. ആദിശേഷന് ഭാരമായി തീർന്നിരിക്കുന്നു ഈ ഭൂമി. ആദിശേഷന്റെ ശിരസിലാണ് ഭൂമി ഭരിക്കുന്നത്. അപ്പൊ ശേഷന് ഭാരമായി തീർന്നിരിക്കുന്നു. ഇവിടെ ഓരോ വർഷം കഴിയുന്നതോറും ദുഷ്ടതരങ്ങൾ വർദ്ധിച്ചു വരണു, അമംഗളം വർദ്ധിച്ചു വരണു. അതുകൊണ്ട് ഭക്തിയായ നിന്നെയും ഈ ജ്ഞാനവൈരാഗ്യങ്ങളെയും ഈ കാലത്ത് ആർക്കും വേണ്ടാതെയായിരിക്കുന്നു. വൃന്ദാവനസ്യ സംയോഗാത് പുനഃസ്വം കരുണീനവ ധന്യം വൃന്ദാവനം തേന ഭക്തിർകൃത്യതി യത്ര അത്രേവ ഗ്രാഹകാഭാവാത് ന ജഗാമഭിമുഞ്ചതഃ കിഞ്ചിത് ആത്മസുഖേന പ്രസുപ്തിർമന്യതേ നയോഃ. ഈ വൃന്ദാവനവുമായിട്ട് ചർച്ച കൊണ്ടാണ് നിനക്ക് താരുണ്യം തിരിച്ചു കിട്ടിയത്. കാരണം ഈ വൃന്ദാവനം ധന്യമാണ്, ഇവിടെയാണ് ഭഗവാൻ ലീലകളാടിയത്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഭക്തിക്ക് മാത്രം കാരുണ്യം തിരിച്ചു കിട്ടി. എന്നാൽ ഇവിടെയും ജ്ഞാനവൈരാഗ്യങ്ങളെ സ്വീകരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവരിപ്പോഴും വൃദ്ധന്മാരായി തന്നെ കിടക്കുന്നു. എന്നാലും ഇവിടെ തിരിയൊരു സുഖം കിട്ടുന്നതുകൊണ്ടാണ് അവരിവിടെ സുഖമായിട്ട് ഉറങ്ങുന്നത്, എണീക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭക്തി ചോദിക്കുന്നു. ഭക്തി കഥം പരീക്ഷിതാരാജ്ഞാസ്ഥാപിതോ ഹ്യശുചികലിഹി പ്രവൃത്തേതു കലം സർവസാര പുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാവി അധർമ്മ കഥമീക്ഷതേ ഇമം മേ സംശയം ചിന്തി ത്വദ്വാചാസുചിതാസ്മ്യഹം. അപ്പൊ ഈ കലിയെ പരീക്ഷിത രാജാവ് നിഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ കലിയെ എങ്ങനെ വിട്ടുവിട്ടത്? കലിയെ അടക്കിയതായിട്ട് പരീക്ഷിച്ചതുകൊണ്ട് കലികാലത്ത് കലിക്ക് പിന്നെയും സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ ഈ കരുണാമൂർത്തിയായിട്ടുള്ള ഭഗവാനും എങ്ങനെയാണ് ഈ കലിയുടെ ബാധയെ സഹിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്റെ ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം. അങ്ങയുടെ വാക്കുകൾ കേട്ട് എനിക്ക് സുഖം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അതിന് നാരദൻ ആ പരീക്ഷിച്ച കലിയെ എന്തുകൊണ്ട് അടക്കി എന്നുള്ള കാരണം പറയുകയാണ്. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ കരിഷ്യതി യദാ മുകുന്ദോ ഭഗവാൻ സ്മരത്യത്വാ സ്വപദംഗതഃ തദ്ദിനാ കലിരായാതഃ സർവസാധനവാദകഃ ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ചരണം ഗതഃ ന മയാ മാരണീയോയം സാരകൈവ സാരഭുഗ യത്ഫലം നാസ്തി തപസാനയോഗേന സമാധിനാ തത്ഫലം ലഭതേ സമ്യക് കടൗ കേശവകീർത്തനാദ് ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുജാതസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. അപ്പോ എന്നാണോ കൃഷ്ണൻ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ദേഹം ഉപേക്ഷിച്ച് പോയത്, കൃഷ്ണാവതാരം ഉപസംഹരിച്ച ദിവസം മുതൽക്ക് കലിയുഗം ആരംഭിച്ചു. അതുകൊണ്ട് കലി ഈ ഭൂമിയെ ബാധിക്കാൻ തുടങ്ങി. എന്നാൽ
അതിനുശേഷം പരീക്ഷത്ത് രാജാവായപ്പോൾ പരീക്ഷത്ത് ദിഗ്വിജയം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കലിയെ ഒരിടത്ത് വെച്ച് കാണുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കലി അഭയം ചോദിച്ചതായ സമയത്ത് കലിക്ക് അഭയം കൊടുക്കുന്നു.